പാറശാല ഷാരോൺ രാജ് വധക്കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ച. കരുതിക്കൂട്ടിയുള്ള കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഇന്നത്തെ ഈ വാദത്തിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു കാര്യം, ഒന്ന്, ഈ ശിക്ഷ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് ഗ്രീഷ്മ പറയുന്നതിനോടൊപ്പം പറഞ്ഞ ഒരു കാര്യം, തനിക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. MSc ബിരുദധാരിയായ ഉന്നത ബിരുദധാരിയായ ഈ ഗ്രീഷ്മ നടത്തിയ കൊലപാതകം അന്ന് തന്നെ കേരളത്തെ ഞെട്ടിച്ചതാണ്. അതേ വാദങ്ങളെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. വിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഗൂഗിൾ സെർച്ച് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അതിൽ ഉപയോഗിക്കേണ്ട വിഷം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും നീണ്ട നാളത്തെ ആസൂത്രണം നടത്തുകയും ചെയ്ത ഒരു പ്രതി, ആ പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും തന്നെ നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തത്. വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ദുരുപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഒരുപക്ഷെ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടി. 24 വയസ്സുണ്ട് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക്. എന്തൊക്കെയായിരുന്നു ഇന്ന് ഗ്രീഷ്മ കോടതിയിൽ ജഡ്ജിക്ക് മുമ്പാകെ പറഞ്ഞത് അന്തിമവാദ സമയത്ത്? അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയ വാദമുഖങ്ങൾ എന്തൊക്കെയായിരുന്നു? സിജു, ഇക്കാര്യത്തിൽ പ്രതിഭാഗം വളരെ പ്രധാനമായും ഉന്നയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്നുള്ളതാണ്. ഗ്രീഷ്മയെ ആദ്യം തന്നെ ചേംബറിൽ വെച്ച് ജഡ്ജി കേട്ടിരുന്നു. അതിൽ ഗ്രീഷ്മ തൻ്റെ പ്രായം സംബന്ധിച്ച കാര്യങ്ങൾ, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ രേഖാമൂലം ഒരു അപേക്ഷയായി എഴുതി, ഒരു ഹർജിയായി എഴുതി ജഡ്ജിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമുണ്ടായത്. പിന്നീട് ഒരു 11-16 കൂടിയാണ് ഈ കേസ് കോടതിയിൽ എടുത്തത്. അതിനുശേഷം പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് ഒരു ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ഘട്ടത്തിലേക്ക് പ്രതി വന്നപ്പോൾ, ഈ പെൺകുട്ടി വന്നപ്പോഴാണ് ഒരു കൊലപാതകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന ഒരു കാര്യമാണ്. അതായത് കൊലപാതകം നടത്തി എന്നത് കോടതിയിൽ വെച്ച് തന്നെ സമ്മതിക്കുന്ന അപൂർവമായ ഒരു കാര്യം കൂടി ഇന്നുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പ്രായം പരിഗണിച്ചുകൊണ്ട്, പ്രതിയുടെ വിദ്യാഭ്യാസം പരിഗണിച്ചുകൊണ്ട്, പ്രതിയുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് ഈ ശിക്ഷ പരമാവധി കുറയ്ക്കണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ വെച്ചത്. പക്ഷേ അതേ നാണയത്തിൽ തന്നെ പ്രോസിക്യൂഷൻ ഇതിന് മറുപടി നൽകി, അതിന് ഗണ്ണിച്ചു. അതായത് എന്ത് വിദ്യാഭ്യാസമാണ് എന്ന ചോദ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസം നേടി എന്നത് ശരിയാണ്. പക്ഷേ ആ വിദ്യാഭ്യാസവും അറിവും ദുരൂഹമായി അല്ലെങ്കിൽ ഗുരുതരമായ മറ്റ് കാര്യങ്ങൾക്ക്, അതായത് ഒരു യുവാവിനെ കൊലപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായാണ് ഇത് ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട വാക്ക് പ്രോസിക്യൂഷൻ ഉപയോഗിച്ചത് രാക്ഷസീയമായ ഒരു നടപടി, രാക്ഷസീയമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രതിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഈ കീടനാശിനി അടക്കം കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എത്രത്തോളം വേദനയുണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും തന്നേക്കാൾ പ്രായമടക്കം പറയുമ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു കാര്യം, ഗ്രീഷ്മയുടെ പ്രായത്തേക്കാൾ 1 വയസ്സ് മാത്രം കൂടുതലുള്ള ആളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ പ്രായം കൂടി പരിഗണിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ പറയുന്നു. പരമാവധി ശിക്ഷ, അതായത് ഇതിൽ കരുതിക്കൂട്ടിയുള്ള ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ആസൂത്രിതമായി വളരെ കാലം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി പഠിച്ച്, നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഗിളിലടക്കം സെർച്ച് നടത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എല്ലാ മേഖലകളും നോക്കിയതിന് ശേഷമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായമോ വിദ്യാഭ്യാസമോ ഭാവിയോ ഒന്നും തന്നെ ഇതിൽ ഒരു വിഷയമായി വരേണ്ടതില്ല. പ്രതി പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്ന ഉറച്ച വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതേസമയം അത്തരമൊരു കൊലപാതകത്തിലേക്ക് തള്ളിവിടപ്പെട്ടതാണ് പ്രതി എന്ന വാദം പ്രതിഭാഗവും മുന്നോട്ട് വെച്ചു. ചില സ്വകാര്യ ദൃശ്യങ്ങളടക്കം പലയിടത്തും ഈ രണ്ടുപേരും പോവുകയും അവർ സ്വകാര്യമായി ചില ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അവ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് മറ്റ് ഗത്യന്തരമില്ലാതെ ഒരു കൊലപാതകത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്ന ഒരു ന്യായമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽപ്പെട്ട DYSP രസിത്ത് അടക്കം അതിനെ ഗണ്ണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൈരളി ന്യൂസിനോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അത്തരത്തിൽ യാതൊന്നും, അതായത് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള മോശപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇവർ രണ്ടുപേരുടെയും ഫോണുകളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയാനാവുക എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നു. അത് കേവലം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ. ശരി കമലേഷ്, ഏതായാലും ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും.
കൊലപ്പെടുത്തിയത് ഒരു സ്നേഹത്തെയാണ് എന്നാണ് കോടതി തന്നെ പ്രോസിക്യൂഷൻ തന്നെ പറയുകയും ചെയ്തത്.